നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം വിഭാഗത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ. പലരും ഒന്നും പറയാത്തത് ഭയന്നിട്ട്. ഇത് പറയാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തന്റേടമില്ലെന്നും വെള്ളാപ്പള്ളി. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട്. PM ശ്രീയിൽ CPM CPIയോട് ചെയ്തത് ശരിയല്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തർക്കങ്ങൾ LDFനെ ക്ഷീണിപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. ബീഹാറിലെ 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ്. വിധി എഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. മഹാസഖ്യം നേതൃത്വം നൽകുന്ന പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തേജസ്വി യാദവ്. വോട്ടിംഗ് വൈകിട്ട് 6 മണി വരെ. ഹരിയാനയിലെ വോട്ട് മോഷണം ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇന്ന്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. ഹരിയാനയിൽ പ്രതിഷേധ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. സർക്കാരിന്റെ നീക്കം സർവകക്ഷി യോഗ തീരുമാനപ്രകാരം. നിയമോപദേശം തേടി സർക്കാർ. CPMും കോൺഗ്രസും കേസിൽ കക്ഷി ചേരും. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റെജി മാത്യുവിന്റെ ശിക്ഷാവിധി ഇന്ന്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ 1ാം കോടതിയാണ് വിധി പ്രസ്താവിക്കുക. 2019 മാർച്ച് 12 രാവിലെ 9:15 തിരുവല്ല നഗരമധ്യത്തിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം. പത്തനംതിട്ട ഐരൂർ കാഞ്ഞീറ്റുകര ചെരുവിൽ കിഴക്കേതിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് കൊല്ലപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കൂടുതൽ അന്വേഷണത്തിന് SIT. ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പാളിയാണോ എന്നും പരിശോധന.